കരുണയായി എന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ യഹോവയുടെ കാലത്ത് എന്നാളും ശുഭമായി വസിക്കും എന്ന പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ തന്നതിനായിട്ട് അങ്ങ് സ്തുതിക്കുന്നു. ദൈവമേ, തക്ക സമയത്ത് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്ന കർത്താവിന് നന്ദിയപ്പാ. അങ്ങയുടെ സന്നിധിയിൽ ഒരു പ്രശ്നങ്ങളും പ്രശ്നമല്ലല്ലോ കർത്താവേ. എല്ലാത്തിനും വിടുതലുണ്ടല്ലോ. ഹല്ലേലൂയ. പാപക്ഷമയുണ്ടല്ലോ. സ്തുതിയും ബഹുമാനവും എല്ലാം സ്വീകരിക്കുവാൻ യോഗ്യനായവനെ നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ. അങ്ങ് ഞങ്ങളുടെ അകൃത്യങ്ങൾ ഓർത്തല്ലല്ലോ ഞങ്ങളെ ശിക്ഷിക്കുന്നു. ഹല്ലേലൂയ. അതിന് പറ്റിയ ശിക്ഷയല്ലല്ലോ, അതിന് തക്ക ശിക്ഷയല്ലല്ലോ തരുന്നത്. വാത്സല്യത്തോടെ കാണുന്നത് ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയെ ദുഃഖിപ്പിക്കാൻ ഇടവരരുതേ. പിതാവിനെ ദുഃഖിപ്പിക്കാൻ ഇടവരരുതേ. ഞങ്ങളുടെ സങ്കേതം, ഞങ്ങളുടെ കോട്ടയും, ഞങ്ങളുടെ രക്ഷകനും, ഞങ്ങളുടെ വൈദ്യനും, ഞങ്ങളുടെ ആധാരമായതാണ് സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ ആലംബമായതിനാൽ ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെ ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെ ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തും ആരാധിക്കാം യേശു കർത്താവിനെ. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ മോദമോടുന്നു. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ ധ്യാനമോടുന്നു. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ കീർത്തനത്തിനാൽ ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം യേശു കർത്താവിനെ. ദൈവപിതാവേ എന്നുടെ താതൻ നീ ദൂതന്മാരാ പകൽ വാഴ്ത്തിയിടുന്നു. തിരുമുന്നിലെന്നുമെന്നും നീ ആരാധ്യനാം. നന്ദിയാൽ വണങ്ങും തിരുമുന്നിൽ ഇന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. പരിശുദ്ധൻ നീ എന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാം. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാം. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും അങ്ങ് യോഗ്യനാം. ആഹാ ഹല്ലേലൂയ.
നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ദൈവപിതാവേ എന്നോടെ ദൂതന്മാർ രാപ്പകൽ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുന്നേരം എന്നുമെന്നും നീ ആരാധനാം. നന്ദിയാൽ വണങ്ങും തിരുമുന്നിലിന്നേരം എന്നുമെന്നും നീ ആരാധനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ നീ യോഗ്യനാം. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ ആരാധനയും സ്തുതിയും സ്തോത്രവും സർവശക്തനായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം അർപ്പിക്കുന്നു. കൊളോസ്യ ലേഖനം 1-13 തൊട്ട് നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. 14 വാക്യമാണ് നാം ധ്യാനിക്കുന്നത്. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. പാപമോചനവും വീണ്ടെടുപ്പും അത് രണ്ടും പരസ്പരം ഒന്നിച്ചു പോകുന്നതാണ്. ക്രിസ്തു നമ്മെ വലിയ വില കൊടുത്താണ് വിമോചിപ്പിച്ചത്. പ്രഷ്യസ് ബ്ലഡ്, പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ സാധിക്കാത്ത കാര്യം ക്രിസ്തു ഏറ്റവും വിലയുള്ള തൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് സാധിച്ചു. അത് നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ്. ആ വീണ്ടെടുപ്പ് നടന്നില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നാം ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയായ നിത്യനരകത്തിൽ പതിക്കുമായിരുന്നു. അതുകൊണ്ട് ക്രിസ്തു നമ്മെ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി വലിച്ചെടുത്ത് രക്ഷിച്ചു. ഈ വീണ്ടെടുപ്പ് നാം അനുഭവിച്ചത് തികച്ചും കൃപയാലാണ്, സൗജന്യമായിട്ടാണ്. പക്ഷേ നാം ഈ വിമോചനം, അതിക്രമങ്ങളുടെ മോചനം, വീണ്ടെടുപ്പ് ഇതെല്ലാം നാം സ്വന്തമാക്കിയത് തികച്ചും സൗജന്യമായിട്ടാണെങ്കിലും അതിന് ക്രിസ്തു വലിയ വില കൊടുത്തു. ഇനി ക്രിസ്തു നൽകുന്ന ഈ അതിക്രമങ്ങളുടെ മോചനം, വീണ്ടെടുപ്പ് അത് സമ്പൂർണമാണ്, ഭാഗികമല്ല.
ഭൂമിയിൽ ജീവനോടെ ഇരിക്കുമ്പോൾ ഒരുവൻ യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പ് പ്രാപിക്കുകയാണെങ്കിൽ ആ വീണ്ടെടുപ്പ് സമ്പൂർണ്ണമാണ്. ഭൂമിയിൽ ജീവനോടെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി ക്രിസ്തു വഴി നേടുന്ന പാപമോചനം സമ്പൂർണ്ണമാണ്. അതായത് ഏതാനും ചില പാപങ്ങൾ ക്ഷമിക്കുകയും മറ്റു ചില പാപങ്ങൾ ക്ഷമിക്കാതെ വെക്കുകയും ചെയ്യുന്നില്ല. യേശുവിൻ്റെ രക്തം സകല പാപവും നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ചിലർ ദുരുപദേശം പറയാറുണ്ട്, യേശു എല്ലാ പാപങ്ങൾക്കും മോചനം തരികയില്ല. വലിയ പാപങ്ങൾ ക്ഷമിക്കുകയും ചെറിയ പാപങ്ങൾക്ക് ശുദ്ധീകരണ സ്ഥലം എന്ന ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി അവിടെയാണ് നമ്മൾ ശുദ്ധീകരണം തേടേണ്ടത്. ഒരുപാട് പീഡകൾ അവിടെ പോയി നാം അനുഭവിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ചെറിയ പാപങ്ങൾക്ക് ശുദ്ധീകരണം കൈവന്ന് സ്വർഗത്തിലേക്ക് പ്രമോഷൻ കിട്ടുകയുള്ളൂ. ഇതൊന്നും തികച്ചും വചനവിരുദ്ധമായ പഠനമാണ്. കാരണം ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ്, ക്രിസ്തു നമുക്ക് നൽകുന്ന വീണ്ടെടുപ്പ് ഭാഗികമായിട്ടല്ല, ക്രിസ്തു നൽകുന്ന പാപമോചനം ഭാഗികമായിട്ടല്ല. അതുകൊണ്ട് എബ്രായ ലേഖനം 10-ാം അധ്യായം നമ്മോട് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഒരിക്കലായി അർപ്പിച്ച യാഗം വഴി നാം എന്നേക്കുമായി സമ്പൂർണമായി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഭാഗികമായിട്ടല്ല ക്രിസ്തു നമ്മെ രക്ഷിക്കുന്നത്. എന്നാൽ അതേസമയം ക്രിസ്തുവിലൂടെ വീണ്ടെടുപ്പും പാപക്ഷമയും പ്രാപിച്ച നമ്മൾ ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുമ്പോൾ അവിടുത്തെ വചനപ്രകാരം വിശുദ്ധിയിൽ ജീവിക്കേണ്ട വലിയ ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. ചില സഭകൾ ബൈബിൾ മാത്രം പോരാ എന്ന് പഠിപ്പിക്കുന്ന അവസ്ഥ, ചില സഭകൾ ബൈബിൾ മാത്രം പോരാ എന്നാണ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല യേശുവിനെ കൊണ്ട് മാത്രം മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ വീണ്ടെടുക്കുവാൻ സാധിക്കുകയില്ല. മറിയത്തിനും ഒരു റോളുണ്ട്. അതുകൊണ്ട് യേശുവിനെ സഹായിക്കുവാൻ, മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാനും രക്ഷിക്കാനും യേശുവിന് തനിയെ സാധിക്കാത്തതുകൊണ്ട് മറിയത്തെ അവർ സഹരക്ഷകയായി മറിയബിംബങ്ങൾ ഉണ്ടാക്കി വണങ്ങുകയും അതിനോട് അപേക്ഷിക്കുകയും ചെയ്യാറുണ്ട്. മറ്റാരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത നിയമത്തിനെതിരായി യേശുവിനെ കൊണ്ട് മാത്രം മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പും മനുഷ്യവർഗത്തിന് അതിക്രമങ്ങളുടെ മോചനവും നൽകുവാൻ സാധ്യമല്ല. മറിയത്തിൻ്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ യേശുവിന് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ കഴിയൂ എന്ന് ഉള്ള തികച്ചും വചനവിരുദ്ധമായൊരു ഉപദേശം. അതിൻ്റെ നടുവിലാണ് ദൈവമക്കൾ ജീവിക്കുന്നത്. ഒരുപാട് ദുരുപദേശങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം രക്ഷ പ്രാപിക്കുവാൻ ഈ വചനമെന്ന ശുദ്ധമായ പാൽ കുടിക്കണം. ദുരുപദേശങ്ങളാൽ സ്വാധീനിക്കപ്പെടാതിരിക്കുവാൻ വചനത്തിൽ നമുക്ക് നല്ല പരിജ്ഞാനം വേണം. ഇനി ബൈബിൾ മാത്രം പോരാ, പാരമ്പര്യം കൂടി വേണം എന്നൊക്കെ പറഞ്ഞ് വചനവിരുദ്ധങ്ങളായ ആചാരങ്ങളും ജപങ്ങളും വിജാതീയവൽക്കരണങ്ങളും ഒക്കെ നടത്തുന്ന സഭകൾ, അവർ പഠിപ്പിക്കുന്നത് അവരുടെ കീഴിലുള്ള ഒരു വിശ്വാസി, ശുശ്രൂഷകനാകട്ടെ വിശ്വാസിയാകട്ടെ, മരിച്ചുപോയാൽ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുന്നില്ല. പിന്നെയോ ആത്മാവ് പീഡകളുടെ സ്ഥലമായ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോകും. ആ പീഡകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്നവർ ഈ പരേതൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയും പല രീതിയിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും പ്രാർത്ഥനകൾ ചൊല്ലുകയും വേണം. അതായത് അവർ പഠിപ്പിക്കുന്നത് അവരുടെ സഭ, ഈ ഭക്തൻ, ആ സഭാഭക്തൻ ഭൂമിയിൽ ജീവനോടെ ഇരുന്നപ്പോൾ ആ സഭ നൽകി ഒരുപാട് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കൂദാശകളൊക്കെ ഉണ്ട്. അതെല്ലാം സമ്പൂർണ്ണമായി സ്വീകരിച്ചിട്ടാണ് ഈ ഭക്തൻ മരിച്ചത്. പക്ഷേ ആ ചടങ്ങുകൾക്കും കൂദാശകൾക്കും അദ്ദേഹത്തെ മോക്ഷത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് വീണ്ടും ആ പരേതൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥനകൾ, ജപങ്ങൾ, ബലികളെല്ലാം നടത്തുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള പല ആചാരങ്ങൾ അത്തരം സഭകളിലേക്ക് കടന്നു വന്നത് പുറജാതി മതങ്ങളിൽ കാണുന്ന അത്തരത്തിലുള്ള പല വിശ്വാസവും അവർ കോപ്പിയടിച്ചതുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ ധ്യാനിക്കുന്നത് കൊളോസ്യർ 1:14, അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്, അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഇംഗ്ലീഷിൽ ഇൻ ഹും വി ഹാവ് റിഡംഷൻ, ദ ഫോർഗിവ്നെസ് ഓഫ് സിൻസ്. ഈ റിഡംഷൻ, വീണ്ടെടുപ്പ് ഭാഗികമായിട്ടല്ല. നമ്മുടെ സകല പാപങ്ങളും
അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം ശകലം പാപമല്ല, സകല പാപവും നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മരണശേഷം ആത്മശാന്തിക്കായുള്ള ഒരു കർമ്മങ്ങളും വേണ്ട. ഇനി മരിച്ചതിന് ശേഷം യേശു ആരെയും വീണ്ടെടുക്കുന്നില്ല. ഒരുവന് മരിച്ചതിന് ശേഷം ആർക്കും പാപമോചനവും കിട്ടുന്നില്ല. ഈ വീണ്ടെടുപ്പും പാപമോചനവും അതിക്രമങ്ങളുടെ മോചനവും ഒരുവൻ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുമ്പോൾ പ്രാപിക്കേണ്ടതാണ്. ഭൂമിയിൽ ജീവനോടെ ഇരിക്കുമ്പോൾ ഒരു വിശ്വാസി ക്രിസ്തു വഴി സ്വന്തമാക്കുന്ന പാപമോചനവും വീണ്ടെടുപ്പും സമ്പൂർണമാണ്, ഭാഗികമല്ല. അതുകൊണ്ട് വീണ്ടും ജനിച്ച ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ മരിച്ചാൽ യാതൊരു ആത്മശാന്തി കർമ്മങ്ങളും നടത്തുന്നില്ല. നാം ഭാഗ്യവാന്മാരാണ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി. നേരത്തെ പറഞ്ഞ കർമാചാരങ്ങളിൽ നിന്നും വിജാതീയ മതങ്ങളിൽ നിന്ന് കോപ്പിയടിച്ച പല പാരമ്പര്യങ്ങളിൽ നിന്നും ക്രിസ്തു നമ്മെ പൂർണ്ണമായി രക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹാലേലൂയ, ഹാലേലൂയ. ഹല്ലേലൂയ. ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് വന്നിട്ടുള്ളത്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 26 തൊട്ട്. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ. അനേകരുടെ മോചനദ്രവ്യമായി, റാൻസം. കൊള്ളക്കാർ പിടിച്ചുകൊണ്ടുപോയി ഇത്ര ലക്ഷം രൂപ തരണം. ആ പണത്തിന് പറയുന്ന പേരാണ് മോചനദ്രവ്യം, റാൻസം. ആ തുക കൊടുത്താൽ മാത്രമേ പുറത്തു കടക്കാൻ പറ്റൂ, സ്വതന്ത്രനാകാൻ പറ്റൂ. ഇതുപോലെ പാപത്തിൻ്റെയും പിശാചിൻ്റെയും പിടിയിൽ പെട്ടുകിടക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളെ ആ തടവിൽ നിന്ന് യേശു രക്ഷിക്കാനാണ് വന്നത്. അതിന് കൊടുത്ത റാൻസം എന്താണ്? പൊന്നിനോ വെള്ളിക്കോ സാധിക്കാത്ത കാര്യം. നമ്മെ വീണ്ടെടുത്തത് പൊന്നോ വെള്ളിയോ അല്ല, പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ അല്ല നമ്മെ വീണ്ടെടുത്തത്. അതുകൊണ്ടൊന്നും സാധ്യമല്ല. അനുഷ്ഠാനങ്ങൾക്കോ ആഭരണങ്ങൾക്കോ കൂദാശകൾക്കോ സാധിക്കാത്ത കാര്യം. ക്രിസ്തുവിൻ്റെ പ്രഷ്യസ് ബ്ലഡിനാലാണ് നാം വീണ്ടെടുക്കപ്പെട്ടത്. അത് പത്രോസ്ലീഹ വ്യക്തമായി പറയുന്നുണ്ട്. അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ സ്വന്തം ജീവൻ ക്രിസ്തു നമ്മെ വീണ്ടെടുക്കുവാനായി നൽകി. ആ ക്രൂശ് മരണം അവിടെ നടന്നില്ലായിരുന്നുവെങ്കിൽ നമുക്കാർക്കും വീണ്ടെടുപ്പും അതിക്രമങ്ങളുടെ മോചനവും ലഭിക്കുകയില്ലായിരുന്നു. ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. സ്വന്തം ജീവൻ കൊടുത്തിട്ടാണ് ഈ വീണ്ടെടുപ്പ് ക്രിസ്തു നമുക്ക് തന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം 10:45. മർക്കോസ് 10:45. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനുമത്രേ. ക്രിസ്തു വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല, സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനുമത്രേ. കാൽവരി ക്രൂശിൽ സ്വന്തം രക്തം ചിന്തി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചു. അങ്ങനെയാണ് ഈ വീണ്ടെടുപ്പിൽ, അങ്ങനെയാണ് നാം വീണ്ടെടുക്കപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. ഗലാത്യ ലേഖനം 3:13. ഗലാത്യ 3:13. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു, അഥവാ വീണ്ടെടുത്തു. അടുത്ത വാക്യം സിസ്റ്റർക്ക് വായിക്കാം. ഗലാത്യ 4:5. ഗലാത്യ 4:5.
ഗലാത്യ 4:5. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ ന്യായപ്രമാണത്തിന് മോശയ്ക്ക് നൽകിയ നിയമം, അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി, ആ പിടിയിൽ നിന്ന് രക്ഷിച്ചു. വീണ്ടെടുപ്പിനെക്കുറിച്ച് പത്രോസ് പറയുന്ന വചനം 1 പത്രോസ് 1:18 തൊട്ട്, പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. അവനാകട്ടെ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നിയോഗിക്കപ്പെട്ടിരുന്നവനും ഈ അവസാന കാലത്ത് നിങ്ങൾക്കായി വെളിപ്പെടുത്തപ്പെട്ടവനുമാണ്. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതി അഥവാ പാരമ്പര്യത്തിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മുടെ പാരമ്പര്യത്തിലൊന്നും നമ്മൾ അഭിമാനിക്കുന്നില്ല. ആ വ്യർത്ഥമായ പാരമ്പര്യത്തിൽ നിന്ന് ക്രിസ്തു വീണ്ടെടുത്തു. കർത്താവെ, ആ വ്യർത്ഥമായ പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച ആ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തല്ലോ എന്നോർത്ത് സ്തുതിക്കുന്നവരാണ് നാം. അപ്പസ്തോലനായ പൗലോസ് ഒരിക്കൽ തൻ്റെ മതപാരമ്പര്യത്തിൽ, യഹൂദ മതപാരമ്പര്യത്തിൽ പ്രശംസിച്ചു. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത അദ്ദേഹം മനസ്സിലാക്കി. യേശുവിൻ്റെ രക്തത്താൽ അദ്ദേഹം വീണ്ടെടുപ്പ് പ്രാപിച്ചു. അപ്പോൾ അദ്ദേഹം തൻ്റെ മതപാരമ്പര്യത്തിൽ പ്രശംസിക്കുകയല്ല ചെയ്തത്. പിന്നെയോ, ഇതുവരെ ലാഭമായി കരുതിയതെല്ലാം യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയാൽ, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ നഷ്ടമായി എണ്ണുന്നു. അതുകൊണ്ട് നമുക്ക് പാരമ്പര്യത്തിൽ അഭിമാനിക്കാൻ ഒന്നുമേയില്ല. പിന്നെയോ, പാരമ്പര്യത്തിൽ നിന്ന് കർത്താവ് വീണ്ടെടുത്ത് രക്ഷിച്ചല്ലോ, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നവരാണ് നാം. ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ 6:20 വായിക്കുന്നു. 1 കൊരിന്ത്യർ 6:20. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. എന്ത് വിലയാണ് നമുക്ക് വേണ്ടി കൊടുത്തത്? അതാണ് തൊട്ടുമുകളിൽ നമ്മൾ പത്രോസിന്റെ ലേഖനത്തിലൂടെ വായിച്ചത്. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. പ്രഷ്യസ് ബ്ലഡ്. അത്രയും വിലയുള്ള രക്തം കൊടുത്താണ്, അതാണ് കൊടുത്ത വില, നമ്മളെ സ്വതന്ത്രരാക്കിയത്. അതുകൊണ്ട് ഇനി നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വന്തമാണ്. യേശുവിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന നമ്മളെല്ലാവരും ഇനി കർത്താവിൻ്റെ മാത്രം സ്വന്തമാണ്. നമ്മളെ വിലയ്ക്ക് വാങ്ങി. വെളിപ്പാട് 5:9 വായിക്കുന്നു. വെളിപ്പാട് 5:9. അവർ ഒരു നവ്യഗാനം ആലപിച്ചു. പുസ്തകച്ചുരുൾ സ്വീകരിക്കാനും അതിൻ്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രങ്ങളിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. നമ്മെ സ്വന്തമാക്കുവാൻ ക്രിസ്തു വലിയ വില കൊടുത്തു. നാം ക്രിസ്തുവിൻ്റെ സ്വന്തമായി തീരുവാൻ നമ്മൾ ഒരു വിലയും കൊടുത്തിട്ടില്ല. സൗജന്യമായിട്ടാണ് ഈ വീണ്ടെടുപ്പ് നമ്മൾ പ്രാപിച്ചത്. പക്ഷേ ഒരു വലിയ വില, തൻ്റെ സ്വന്തം രക്തം, സ്വന്തം ജീവൻ, അതാണ് നമ്മെ സ്വതന്ത്രരാക്കുവാൻ, വീണ്ടെടുക്കുവാൻ ക്രിസ്തു നൽകിയ വില. സ്വർഗത്തിൽ പോയാലും നമുക്ക് പാടാനുള്ള പാട്ട് അത് തന്നെയാണ്. അവർ ഒരു നവ്യഗാനം ആലപിച്ചു. പുസ്തകച്ചുരുൾ സ്വീകരിക്കാനും അതിൻ്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രങ്ങളിലും എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ
ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആ ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ പാപക്ഷമ പ്രാപിച്ചവരാണ്. ആ ബോധ്യം ഉണ്ടായിരിക്കണം. നിൻ തിരുമേനിയറുക്കപ്പെട്ടു, നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയതാം. നിൻ തിരുമേനി അറുക്കപ്പെട്ടു, നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയതാം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർത്തുകൊണ്ടു. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർത്തുകൊണ്ടു. പാപത്തിൻ അധീനതയിൽ നിന്നീ അടിയാരെ നീ വിടുവിച്ചു. പാപത്തിൻ അധീനതയിൽ നിന്നീ അടിയാരെ നീ വിടുവിച്ചു. അദ്ഭുതമാർന്നൊളിയിൽ പ്രിയനോടെ രാജ്യത്തിലാക്കിയതാൽ. അത്ഭുതമാർന്നൊളിയിൽ പ്രിയനോടെ രാജ്യത്തിലാക്കിയതാൽ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോം, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യ രാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. നമുക്ക് പാടാനുള്ള പാട്ട് ഇതാണ്. അവർ ഒരു നവ്യഗാനം ആലപിച്ചു. പുസ്തകച്ചുരുൾ സ്വീകരിക്കാനും അതിൻ്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. നാം ധ്യാനിക്കുന്നത് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായമാണ്. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. എങ്ങനെ നിരാശയോടെയല്ല സ്തോത്രം പറയുന്നത്. പാസ്റ്റർ പറയുകയാണ്, എല്ലാവരും സ്തോത്രം പറഞ്ഞേ. ഓ, അദ്ദേഹം അങ്ങനെ പറഞ്ഞതുകൊണ്ട് സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് തോന്നും? അതുകൊണ്ട് ഇരിക്കട്ടെ ഒരു സ്തോത്രം. അങ്ങനെയല്ല. സന്തോഷത്തോടെ പിതാവിന് സ്തോത്രം ചെയ്യുന്നവരാകണം. ആരും പറയേണ്ട കാര്യമില്ല, സ്തോത്രം പറയൂ എന്ന് ആക്രോശിക്കേണ്ട കാര്യമില്ല. യേശുക്രിസ്തുവിലൂടെ പാപമോചനവും വീണ്ടെടുപ്പും പ്രാപിച്ച, അതിക്രമങ്ങളുടെ മോചനം പ്രാപിച്ച ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സ്തുതിയും സ്തോത്രവും നിറഞ്ഞിരിക്കുകയാണ്. പിതാവിനോടും അവിടുത്തെ പുത്രനോടുമുള്ള നന്ദി നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴുമുണ്ട്. അത് വാ തുറന്ന് പ്രകടിപ്പിക്കുവാൻ ലഭിക്കുന്ന ഒരവസരവും നമ്മൾ നഷ്ടമാക്കാറില്ല. പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. ഇന്ന് ചിലപ്പോൾ ചിലരൊക്കെ സ്തോത്രം പറയുന്നത് കേൾക്കുകയും അവരുടെ മുഖഭാവം ശ്രദ്ധിക്കുകയും ചെയ്താൽ വല്ലാതെ മുഖം ചുളിച്ചും ഒട്ടും സന്തോഷമില്ലാതെയും ആകെ വേദന നിറഞ്ഞ പോലെ ഒക്കെയുള്ളൊരു മുഖഭാവത്തോടെ സ്തോത്രം പറയാറുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ചിലപ്പോൾ ശാരീരിക ക്ഷീണമൊക്കെ ഉണ്ടാകും. അപ്പോൾ മുഖത്ത് ഒരു പ്രസന്ന ഭാവമൊന്നും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ സ്തോത്രം പറയുന്നത് കേൾക്കുവാൻ അത്ര മനോഹരമായിരിക്കണമെന്നില്ല. കാരണം നമ്മൾ ശാരീരികമായ ബലഹീനത നിമിത്തമാണ് ആ രീതിയിൽ സ്തോത്രം പറയുന്നത്. പക്ഷേ അങ്ങനെ ആ അവശതയിൽ സ്തോത്രം പറയുന്നതും ആ സ്തോത്രവും ദൈവത്തിന് സ്വീകാര്യമാണ്. സ്തോത്രം എന്ന യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. എന്നാൽ ശാരീരികമായ പ്രത്യേകിച്ച് രോഗങ്ങളോ ബുദ്ധിമുട്ടൊന്നോ ശാരീരികമായ രോഗങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഇല്ല എങ്കിൽ മുഖം വക്രീകരിച്ച് സ്തോത്രം പറയേണ്ട കാര്യമില്ല. ആകെ ചുളിച്ച് പിടിച്ച് നെറ്റി ചുളിച്ച് സ്തോത്രം പറയേണ്ട കാര്യമില്ല. പിന്നെയോ, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. നമ്മൾ ചർച്ചിൽ ഒരുമിച്ച് സ്തോത്രം പറയുമ്പോൾ വലിയ ദൈവസാന്നിധ്യം നമ്മൾ അനുഭവിക്കാറുണ്ട്. സന്തോഷത്തോടെയാണോ നമ്മൾ വ്യക്തിപരമായും സഭയിൽ ഒരുമിച്ച് കൂടുമ്പോഴും സ്തോത്രം പറയുന്നത്? ഓർക്കുക, ഇനി വേദനിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. ആ വേദനയിലും നമ്മൾ സ്തോത്രം പറയാൻ മടിക്കുന്നില്ല. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും,
അവിടുത്തെ സ്തുതി എപ്പോഴും അമാവാസിയാകട്ടെ, പൗർണമിയാകട്ടെ, സന്തോഷകാലത്തായാലും സന്താപകാലത്തായാലും സ്തോത്രത്തിന് കുറവില്ല. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. 14 വാക്യത്തിലേക്ക് നാം എത്തി നിൽക്കുകയാണ്. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 20:28 അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20:28. നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭ. മനുഷ്യന്റെ അധ്വാനം കൊണ്ട് ഉണ്ടായതല്ല ദൈവത്തിൻ്റെ സഭ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭ. അതുകൊണ്ട് ദൈവസഭയിലെ വിശ്വാസികൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ സമ്പാദ്യമാണ്. അതുകൊണ്ട് സഭയിൽ ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ കാണേണ്ടത്, സഭയിൽ ഒരു സഹോദരി മറ്റൊരു സഹോദരനെ കാണേണ്ടത് നേരെ മറിച്ചും ജഡികമായ കണ്ണുകൾ കൊണ്ടല്ല, യേശുവിൻ്റെ രക്തത്തിൻ്റെ സമ്പാദ്യമാണ് ആ സഹോദരൻ, ആ സഹോദരി. ആ രീതിയിലാണ് സഭാമക്കളെ കാണേണ്ടത്. നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. നാം ധ്യാനിക്കുന്ന വാക്യം ഇതാണ്: അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. എഫേസ്യ ലേഖനത്തിലും ഇക്കാര്യം പറയുന്നു. 1:7. കൊളോസ്യർ 1:14 മറ്റൊരു പരിഭാഷയിൽ എങ്ങനെയാണ്? അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. ഇനി കർത്താവ് തൻ്റെ സ്വന്തം രക്തം ചിന്തിയതിൻ്റെ റിസൾട്ടാണ് ഇന്ന് ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന ദൈവസഭകളും അതിലെ വിശ്വാസികളും. ഇനി രക്തം ചിന്താതെ വീണ്ടെടുപ്പില്ല. ചിലർ വിചാരിക്കുന്നത് യേശു ക്രൂശിൽ മരിച്ചു, അതിന് വലിയ പ്രാധാന്യമുണ്ടോ? യേശുവിൻ്റെ ക്രൂശ് മരണത്തിനാണ് പ്രാധാന്യം. ആ ക്രൂശ് മരണം നടന്നില്ലായിരുന്നുവെങ്കിൽ വീണ്ടെടുപ്പുമില്ല, പാപമോചനവും ഇല്ല. എബ്രായ ലേഖനം 9:22, എബ്രായർ 9:22. ന്യായപ്രമാണ പ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല. പഴയ നിയമത്തിലെ ദേവാലയ വസ്തുക്കൾ മൃഗരക്തം കൊണ്ടാണ് അവയെ ശുദ്ധി ചെയ്തിരുന്നത്. രക്തം ചിന്താതെ ശുദ്ധീകരണമില്ല. ജനത്തിൻ്റെ മേലും രക്തം തളിച്ചിരുന്നു ശുദ്ധീകരണത്തിന് വേണ്ടി. പുതിയ നിയമത്തിൽ മൃഗരക്തമല്ല നമ്മളെ ശുദ്ധീകരിക്കുന്നത്, ആട്ടുകൊറ്റന്മാരുടെ രക്തമല്ല, ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ ദിവ്യചെമ്മരിയാടായ യേശുവിൻ്റെ രക്തമാണ്. രക്തം ചിന്താതെ വിമോചനമില്ല. അത് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും. പഴയ നിയമത്തിൽ മൃഗങ്ങളുടെ രക്തമാണ് ചിന്തിയത്, പുതിയ നിയമത്തിൽ പരിശുദ്ധനായ മശിഹായുടെ രക്തമാണ് ചിന്തിയത്. രക്തം ചിന്താതെ പാപമോചനമില്ല. നാം ഇന്ന് പാപമോചനം പ്രാപിച്ചത്, നാം ഇന്ന് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായി തീർന്നത്, അതിൻ്റെ ഒരേ ഒരു കാരണം യേശു നമുക്ക് വേണ്ടി രക്തം ചിന്തി. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം, അവിടുത്തെ രക്തം ചിന്തൽ നടന്നില്ലായിരുന്നുവെങ്കിൽ നമുക്കൊരിക്കലും അതിക്രമങ്ങളുടെ മോചനം ലഭിക്കുമായിരുന്നില്ല. ഈ വീണ്ടെടുപ്പ് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുമായിരുന്നില്ല. വീണ്ടെടുപ്പും പാപങ്ങൾക്ക് മോചനവും നമുക്ക് സ്വന്തമാക്കുവാൻ നമ്മൾ വീണ്ടെടുക്കപ്പെടുന്നില്ല, പാപമോചനവും നമുക്ക് കിട്ടുന്നില്ല എന്ന് കരുതുക. എന്തായിരിക്കാം പ്രത്യാഘാതം? പാപങ്ങൾക്ക് മോചനം കിട്ടുന്നില്ല എങ്കിൽ പാപത്തിൻ്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കണം.
അതൊരു താൽക്കാലിക ശിക്ഷയല്ല. പാപങ്ങൾക്ക് മോചനം കിട്ടാതെയാണ് ഒരുവൻ മരിക്കുന്നതെങ്കിൽ അവൻ ചെയ്ത പാപത്തിന് ശിക്ഷ അവൻ അനുഭവിച്ചേ പറ്റൂ. ഇനി വീണ്ടെടുപ്പ് നാം പ്രാപിച്ചിട്ടില്ല എങ്കിൽ, ഇനി വീണ്ടെടുപ്പ് അഥവാ റിഡംഷൻ പ്രാപിക്കാത്തവരാണെങ്കിൽ അന്ധകാരത്തിൽ തന്നെ എന്നും നമുക്ക് തടവിൽ കിടക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഇന്ന് നമ്മൾ സ്വതന്ത്രരാണ്. വീണ്ടെടുപ്പും ക്രിസ്തുവിലൂടെ പാപമോചനവും പ്രാപിച്ചവരാണ്. നിയമപ്രകാരം, മോശയുടെ നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല. എബ്രായ ലേഖനം 9:22 തൊട്ട്, എബ്രായ ലേഖനം 9:11 തൊട്ട്. എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. കൂടുതൽ മഹനീയവും പൂർണ്ണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും സൃഷ്ടവസ്തുക്കളിൽ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു. അവൻ അവിടെ പ്രവേശിച്ചു നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാക്കളുടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. അവൻ അവിടെ പ്രവേശിച്ചു നിത്യരക്ഷ സാധിച്ചത്. ഇതൊരു താൽക്കാലിക രക്ഷയല്ല നാം ഇപ്പോൾ പ്രാപിച്ചിരിക്കുന്നത്. അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാക്കളുടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. യേശു നമ്മെ വിടുവിച്ചു. പിശാചിൻ്റെയും പാപത്തിൻ്റെയും തടവറയിലായിരുന്നു നമ്മൾ. നമ്മെ വിടുവിക്കുവാൻ യേശു വലിയ വില കൊടുത്തു. ആ വില ആർക്കാണ് കൊടുത്തത്? പിശാചിനാണോ? ഒരിക്കലുമല്ല. പിശാചിന് വില കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ആർക്കാണ് ആ വില കൊടുത്തത്? അത് പിതാവായ ദൈവത്തിനാണ് ആ വില കൊടുത്തത്. കാരണം ഒരുവൻ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ, പിതാവ് ഒരുവനെ അംഗീകരിക്കണമെങ്കിൽ 100% പെർഫെക്ഷൻ വേണം. അല്ലാതെ ഒരിക്കലും ഒരു മനുഷ്യന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ഈ നീതി ഒരു മനുഷ്യനും പ്രവൃത്തികളാൽ സാധ്യമല്ല. എന്നാൽ യേശു ക്രിസ്തു ദൈവം ഡിമാൻഡ് ചെയ്ത സകല കാര്യങ്ങളും 100% നിറവേറ്റി. എല്ലാ മേഖലകളിലും ദൈവഹിതം 100% നിറവേറ്റി. ദൈവം ആവശ്യപ്പെടുന്ന നീതി സമ്പൂർണമായി ചെയ്ത ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ, യേശു ക്രിസ്തു. ഈ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തം നമ്മുടെ സകല അതിക്രമങ്ങൾക്കും മോചനമാണ്. സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് നമ്മെ യോഗ്യരാക്കിയത് യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ്. പിതാവ് നമ്മെ സ്വീകരിക്കുവാനുള്ള ഏക കാരണം ക്രിസ്തുവിൻ്റെ അനുസരണവും അവിടുന്ന് ചിന്തിയ ആ വിശുദ്ധ രക്തവുമാണ്. അതുകൊണ്ട് യേശു പിശാചിന് വില നൽകി പിശാചിൻ്റെ പിടിയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുകയല്ല ചെയ്തത്. പിശാചിൻ്റെ പിടിയിലായിരുന്നു, യേശു നമ്മെ വിമോചിപ്പിച്ചു. പക്ഷേ വില നൽകിയത് പിശാചിനല്ല, അത് സ്വർഗീയ പിതാവിനാണ്. സ്വർഗീയ പിതാവ് ആവശ്യപ്പെടുന്ന നീതി നമുക്ക് നിറവേറ്റാൻ പറ്റിയില്ല, പുത്രൻ അത് നിറവേറ്റി. അങ്ങനെയാണ് നമ്മെ സ്വർഗീയ പിതാവ് ആക്സെപ്റ്റ് ചെയ്തത്. പുത്രൻ്റെ മരണം അത് പിതാവിനെ തൃപ്തനാക്കി. നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ, നമ്മെ സ്വർഗത്തിലേക്ക് ചേർക്കാൻ ഇനി പിതാവിനൊരു തടസ്സവുമില്ല. പിതാവ് സംതൃപ്തനായി പുത്രൻ്റെ ബലിയിൽ. ആ യോഗ്യതയാലാണ് നമുക്കിന്ന് പ്രവേശനം കിട്ടിയിരിക്കുന്നത്. പിതാവിനെ അതുകൊണ്ടാണ് പിതാവ് പറയുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ പ്രിയപുത്രനായ യേശുക്രിസ്തു ആരെയൊക്കെ തിരഞ്ഞെടുത്തുവോ അവരും പിതാവായ ദൈവത്തിന് പ്രിയപുത്രിമാരാണ്, പുത്രന്മാരാണ്. യേശുക്രിസ്തുവിനെ പിതാവ് എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത്രത്തോളം യേശുക്രിസ്തു മുഖാന്തരം തിരഞ്ഞെടുക്കപ്പെട്ടവരെയും പിതാവ് സ്നേഹിക്കുന്നു.
എന്നാൽ അനുസരിക്കേണ്ടതും ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടതും ദൈവഹിതം ചെയ്യേണ്ടതും അതൊക്കെ നമ്മുടെ വലിയ ഉത്തരവാദിത്വമായി കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് ആർക്കും ഒഴികഴിവില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ജീസസ് മെറ്റ് ദ ഹോളി ഡിമാൻഡ്സ് ഓഫ് ഗോഡ്സ് ലോ. നാം വീണ്ടെടുപ്പ് പ്രാപിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്കൊരിക്കലും ദൈവഹിതം ചെയ്യാൻ സാധിക്കുകയില്ല. വീണ്ടെടുപ്പ് പ്രാപിക്കാത്തവർ അന്ധകാരത്തിൻ്റെ ബന്ധനത്തിലാണ്. അവിടെ കിടന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മെ തുറന്നു വിട്ടു. ഇനി പിശാചിനോ പാപത്തിനോ നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുവാൻ സാധ്യമല്ല. നമ്മൾ അനുസരിക്കേണ്ടതും ദൈവത്തിന് കീഴടങ്ങിയിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇനി നമുക്ക് ദൈവത്തിൻ്റെ ഹിതം ചെയ്യാം. യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെടാത്ത ഒരു വ്യക്തി ആ വീണ്ടെടുക്കപ്പെടാത്ത അവസ്ഥയിൽ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ, വചനം പാലിക്കുവാൻ ശ്രമിച്ചാൽ അവനത് സാധിക്കുകയില്ല. കാരണം അവൻ്റെ യജമാനൻ ആരാണ്? സാത്താൻ ഒരുവൻ്റെ യജമാനനായിരിക്കുന്നിടത്തോളം കാലം ആ വ്യക്തിയെ സാത്താൻ ഒരിക്കലും ദൈവഹിതം ചെയ്യുവാൻ അനുവദിക്കുകയില്ല. സാത്താൻ്റെ ഹിതം ചെയ്യാനേ തൻ്റെ അടിമയെ അനുവദിക്കുകയുള്ളൂ. എന്നാൽ വീണ്ടെടുപ്പ് പ്രാപിച്ചാൽ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. നമുക്ക് ദൈവഹിതം ചെയ്യാം, ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാം. ഒടുവിൽ നമ്മൾ എവിടെ എത്തും? ലോകസ്ഥാപനത്തിന് മുമ്പേ പിതാവ് ഒരുക്കിയിരിക്കുന്ന നിത്യമായ രാജ്യത്തിലേക്ക് വീണ്ടെടുക്കപ്പെട്ടവർ പ്രവേശിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മെ വീണ്ടെടുക്കുവാനായി യേശുവാണ് വില നൽകിയത്. നമ്മളൊരു വിലയും നൽകിയിട്ടില്ല. പക്ഷേ എനിക്ക് വേണ്ടി, എന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടി യേശു വലിയ വില നൽകിയിട്ടുണ്ട് എന്ന കാര്യം ഒരിക്കലും മറക്കരുത്. സ്വന്തം ജീവൻ ബലിയർപ്പിച്ചിട്ടാണ് നമ്മെ സ്വതന്ത്രരാക്കിയത്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി. കൊളോസ്യർ 1:14. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. എഫേസ്യർ 1:7. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. നമുക്കറിയാവുന്ന മറ്റൊരു വചനഭാഗം വായിക്കുകയാണ്. റോമാലേഖനം 3-ാം. കർത്താവ് നമ്മളെ സൗജന്യമായി നീതീകരിച്ച കാര്യം നമുക്കറിയാമെങ്കിലും ഒന്ന് വായിക്കുന്നു. റോമാലേഖനം 3-ാം 23 തൊട്ട് വായിക്കുന്നു. റോമ 3-ാം 23 തൊട്ട്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. നാം ധ്യാനിക്കുന്നത് കൊളോസ്യർ 1:14, വീണ്ടെടുപ്പ് എന്ന വിഷയം. അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. എന്തുകൊണ്ട് നമ്മൾ കൂദാശകളിൽ പുരോഹിതന്മാരാൽ നടത്തപ്പെടുന്ന ആചാരങ്ങളിൽ ഒന്നും വിശ്വാസം അർപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? മനുഷ്യൻ നടത്തുന്ന അത്തരം കർമ്മങ്ങൾക്ക് ഒരിക്കലും നമ്മളെ വീണ്ടെടുക്കുവാൻ യാതൊരു ശേഷിയുമില്ല. യേശുക്രിസ്തുവിന് മാത്രമാണ് നമ്മളെ വീണ്ടെടുക്കുവാൻ ശക്തിയുള്ളത്. ഇന്ന് പല സഭകളിലും അവിടെയുള്ള സഭാ നേതാക്കൾ വിശ്വാസികൾക്ക് വേണ്ടി ചെയ്യുന്ന ചില സർവീസുകൾ, ചില പ്രാർത്ഥനകൾ, ചില ചടങ്ങുകൾ, ബലികൾ, ഇതിനെല്ലാം നിശ്ചിത ഫീസുണ്ട്. പണം കൂടുതൽ കൊടുത്താൽ കൂടുതൽ സമയം ചില പ്രാർത്ഥനകളും ചില സർവീസുകളും പണക്കാർക്ക് വേണ്ടി അവിടെ നടത്തുന്നതാണ്. ഇന്ന സർവീസിന്, ഇന്ന ശുശ്രൂഷയ്ക്ക് ഇത്ര രൂപ. പല ചർച്ചുകളുടെയും ഫ്രണ്ടിൽ തന്നെ ഹോട്ടലിൽ മെനു പ്രദർശിപ്പിക്കുന്നത് പോലെ
ഓരോ പ്രാർത്ഥനകൾക്കും അവിടുത്തെ സഭാ നേതാവിനാൽ നടത്തപ്പെടുന്ന ചടങ്ങുകൾക്കും ഇത്ര രൂപ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ആ പണം കൊടുത്തില്ലെങ്കിൽ ആ പരിപാടി അവിടെ നടക്കില്ല. പക്ഷെ ഇവിടെ നാം വായിച്ചത് എന്താണ്? പണം കൊടുത്ത് നടത്തുന്ന പ്രാർത്ഥനയും തന്മൂലം ലഭിക്കുന്ന അനുഗ്രഹങ്ങളും ഒന്നുമല്ല. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. അത് നമുക്ക് നീതീകരണം കിട്ടുന്നത്, ഈ വീണ്ടെടുപ്പ് സ്വന്തമാക്കാൻ സാധിക്കുന്നത് തികച്ചും സൗജന്യമായിട്ടാണ്. കാരണം നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ട വില കർത്താവ് സമ്പൂർണമായി കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രഖ്യാപിച്ചത്, എല്ലാം പൂർത്തിയായി, സകലവും നിവൃത്തിയായി. നമ്മെ വീണ്ടെടുക്കുവാനും നമ്മുടെ അതിക്രമങ്ങൾക്ക് എന്നേക്കുമായി മോചനം തരാനും നമുക്ക് നിത്യമായി രക്ഷ തരാനും വേണ്ട സകല കാര്യങ്ങളും ക്രിസ്തു തൻ്റെ സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് സ്വന്തം രക്തം ചിന്തി അവിടെ പൂർത്തിയാക്കി. ആ പൂർത്തിയാക്കിയ രക്ഷാ പദ്ധതിയോടുകൂടെ, ആ പൂർത്തിയാക്കിയ രക്ഷാകർമ്മത്തോടുകൂടെ നമ്മളൊന്നും അഡീഷണലായി ചേർക്കാൻ പാടില്ല. കാരണം നമ്മെക്കൊണ്ട് മാനവകുലത്തിൻ്റെ രക്ഷ, നമ്മുടെ സ്വന്തം രക്ഷ പോലും സ്വന്തമാക്കാൻ നമ്മെക്കൊണ്ട് കഴിവില്ല. എന്നാൽ സകല മനുഷ്യർക്കും ഇനി വിശ്വസിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു എന്നേക്കുമായി പൂർത്തീകരിച്ച ആ രക്ഷ സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ സൗജന്യമായി പാപമോചനവും വീണ്ടെടുപ്പും പ്രാപിക്കാം. ഇവിടെ പണത്തിൻ്റെ ആവശ്യമില്ല, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ. പാപമോചനം, വീണ്ടെടുപ്പ് അത് പരസ്പരം ഒരുമിച്ച് പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ വായിച്ച റോമാലേഖനം 3-ാം അധ്യായം 23 തൊട്ടും അക്കാര്യം വ്യക്തമാണ്. കൃപയാൽ ക്രിസ്തു യേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം. എന്നിട്ട് താഴെ പറയുന്നത്, അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. നാം ധ്യാനിക്കുന്ന കൊളോസ്യ 1:14 അതിലും ക്രമം ഇങ്ങനെ അതിലും പറയുന്ന കാര്യം ഇത് തന്നെ. 14-ാം വാക്യം, അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഓക്കെ, നമുക്കൊരു 5 മിനിറ്റ് ദൈവത്തെ സ്തുതിക്കാം. അതിനുശേഷം വീണ്ടും വചനധ്യാനത്തിലേക്ക് വരാം. എല്ലാവർക്കും കർത്താവിനെ സ്തുതിക്കാം. സ്നേഹവാനായ കർത്താവെ, അങ്ങ് ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് മോചനം തന്നു, ഞങ്ങളെ വീണ്ടെടുത്തു. നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം. അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തത് കർത്താവേ, മൃഗങ്ങളുടെ രക്തത്താലല്ല, സ്വന്തം രക്തത്താലായ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പിതാവിന് കർത്താവേ ഇഷ്ടമായ യാഗം ചെയ്ത് ദൈവമേ ഞങ്ങളെ എല്ലാവരെയും ഓർത്ത് ദൈവമേ അങ്ങ് ക്രൂശിൽ കർത്താവെ സന്തോഷിച്ചു എന്നാണല്ലോ കേൾക്കുന്നത്. ദൈവമേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കർത്താവെ അങ്ങ് അങ്ങയുടെ മുഴുവൻ രക്തവും ഊറ്റി തന്നെ അത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ചതോ ഞങ്ങൾക്കൊരു മാതൃക തന്നു ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. ഈ ഞങ്ങൾക്കുള്ളവരല്ല, ഞങ്ങൾ അങ്ങയുടേതാണ്. അങ്ങ് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. അങ്ങ് ഞങ്ങളെ വലിയ വില കൊടുത്ത് മേടിച്ചതിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. മനമേ യഹോവയെ സ്തുതിക്കുക, അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുന്ന് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുതേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അങ്ങ് ചെയ്ത മഹാദയക്കായിട്ട് അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പാപങ്ങളും അകൃത്യങ്ങളും എല്ലാം
കഴിയുന്നറിയാം സ്തുതിക്കുന്നു കർത്താവെ അങ്ങനെ സ്തുതിക്കുന്നു പ്രിയപുത്രനെ അയച്ച് നന്ദിയോട് രക്തത്താൽ സ്തോത്രം ഞങ്ങളെ ചെയ്യുന്നു ശുദ്ധീകരിച്ചത് കർത്താവേ, ഓർത്ത് മഹത്വം. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. യേശോ. നന്ദി ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നന്ദി ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി മഹത്വം. കർത്താവേ. യേശുവേ, സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചത് ഓർത്ത് ഞങ്ങളങ്ങേ ഹല്ലേലൂയ, സ്തുതിക്കുന്നു കർത്താവേ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവമേ. ഹല്ലേലൂയ, സ്തുതിക്കുന്നു ഹല്ലേലൂയ. ആട്ടുകൊറ്റന്മാരുടെയും നന്ദിയോട് കാളക്കിടാങ്ങളുടെയും സ്തുതിക്കുന്നു. രക്തത്തേക്കാൾ ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. യേശു. ഓ അപ്പാ സ്തുതിക്കുന്നു ശുദ്ധിയുള്ള സ്തുതിക്കുന്നു ഹല്ലേലൂയ. അങ്ങയുടെ പുത്രന്റെ രക്തത്താൽ തന്നെ ഞങ്ങളെ വീണ്ടെടുത്തത് ആമേൻ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഹല്ലേലൂയ, കർത്താവേ. ദൈവത്തിന് മഹത്വം. കർത്താവേ, ഇങ്ങനെ ദൈവത്തിന് വീണ്ടെടുക്കപ്പെട്ട മഹത്വം, ഈ ശരീരം ദൈവത്തിന് കൊണ്ട് മഹത്വം. ഇനി ഹല്ലേലൂയ. പാപം ചെയ്യുവാനല്ല അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഹല്ലേലൂയ. ഞങ്ങളെ Yes, Lord. സഹായിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ആമേൻ. അങ്ങ് ഹല്ലേലൂയ. ആകുന്നു ദൈവത്തിന് യോഗ്യനെന്ന് മഹത്വം, ഹല്ലേലൂയ സർവ്വ ദൈവത്തിന് ഭാഷകളിലും മഹത്വം, ദൈവത്തിന് ഗോത്രങ്ങളിലും മഹത്വം. സർവ്വ ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, സ്തോത്രം. അപ്പാ ജാതിയിലുള്ള സ്തുതിക്കുന്നു. Yes, അങ്ങേ Lord. ദൈവമേ മഹത്വപ്പെടുത്തുന്ന ഒരു ദിവസം വരുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. Hallelujah. Lord, There is no redemption without blood, without shedding of blood. രക്തച്ചൊരിച്ചിലില്ലാണ്ട് പാപക്ഷമേ എന്നുള്ള ദൈവത്തിന്റെ നിയമം 100% കർത്താവേ അങ്ങ് കർത്താവേ ഫുൾഫിൽ ചെയ്തു. ഞങ്ങളുടെ ദൈവത്തിന്റെ മുമ്പാകെ നീതിമാന്മാർ പെർഫെക്ഷനിൽ നിർത്തിയിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയുടെ നാമത്തിന്റെ ദൈവമേ പിറകിൽ മറിഞ്ഞിരിക്കുവാൻ ഹല്ലേലൂയ. അങ്ങയുടെ നാമം നിമിത്തം ശുദ്ധൻ എന്ന് വിളിക്കപ്പെടുവാൻ ഭാഗ്യം ചെയ്ത് ഓർത്ത് അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. അങ്ങയുടെ കൃപയുടെ സമൃദ്ധി മൂലം ദൈവമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. എല്ലാവരും പാപം ചെയ്തു, എല്ലാവരും ഒരുപോലെ ദൈവസന്നിധിയിൽ കർത്താവേ അകന്നിരിക്കുന്നു. പക്ഷെ കർത്താവേ ഞങ്ങളെ അങ്ങയുടെ കൃപ മൂലം ദൈവമേ അങ്ങയുടെ യാഗത്താൽ ഞങ്ങളെ ശുദ്ധീകരിച്ചത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പാപമോചനം എന്ന വീണ്ടെടുപ്പ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ഹല്ലേലൂയ. മഹത്വം, ദൈവത്തിന് പാപമോചനം. മഹത്വം. We have redemption, the forgiveness of sin. ഹല്ലേലൂയ. നന്ദി കർത്താവേ. നന്ദി ദൈവമേ. നന്ദി കർത്താവേ. നന്ദി. നന്ദി ദൈവമേ. ദൈവമേ ഞങ്ങളെ കുറിച്ചുള്ള അങ്ങയുടെ വിചാരവും ദൈവമേ ഞങ്ങളെ കുറിച്ചുള്ള അങ്ങയുടെ ആലോചനകളൊക്കെ വലിയതാണല്ലോ കർത്താവേ, നല്ലതിനാണല്ലോ കർത്താവേ. അത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ രക്തം ഞങ്ങൾക്കായിട്ട് ചൊരിഞ്ഞതുപോലെ ഞങ്ങളെ തന്നെ കർത്താവെ സമർപ്പിക്കുന്നു. അങ്ങയുടെ സുവിശേഷത്തിനായിട്ട് ഈ മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത് തുതിച്ചിടാം വെള്ളത്തിൻ നിരച്ചിൽ പോൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ സ്തുതിച്ചിടാം വെള്ളത്തിൻ നിരച്ചിൽ പോൽ ശബ്ദത്താൽ പരിശുദ്ധയാം അവനെ നാം അടിയാരെ നീ വിടുവിച്ചു അത്ഭുതമാർന്നോടെ രാജ്യത്തിലാക്കിയതാ
അത്ഭുതമാർന്നോടെ രാജ്യത്തിലാക്കിയതാൽ ദയ ലഭിച്ചോർ സ്തുതിച്ചിടുവോം അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. നിൻ രുതിരം ആ വരിയ പാടി യാറൂക്കപ്പെട്ടു നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയതാ അറുക്കപ്പെട്ടു നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയതാം ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജാതികൾ സർവവും ചേർത്തുകൊണ്ടു ഗോത്രങ്ങൾ ഭാഷകൾ ജാതികൾ സർവവും ചേർത്തുകൊണ്ടു ദയ ലഭിച്ചോർന്ന അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ മാധുര്യരാഗമ ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം മാധുര്യരാഗമ ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം യേശു താൻ വേഗം വരുന്നതിനാൽ മുഴങ്ങാൽ മടക്കി നമസ്കരിക്കാം യേശു താൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോം നാം ആനന്ദ നാളതിലേ നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോം നാം ആനന്ദ നാളതിലേ ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോം അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ മാധുര്യരാഗമ ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം മാധുര്യരാഗമ ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം മാധുര്യ രാഗമ ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. എഫേസ്യർക്ക് എഴുതിയ കൊളോസ്യർ 1:14 നാം ധ്യാനിക്കുന്നത്. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. പാപമോചനം പ്രാപിച്ചു, വീണ്ടെടുപ്പ് പ്രാപിച്ചു. നമ്മൾ പാപമോചനം പ്രാപിച്ചവർക്ക് കഷ്ടത ഉണ്ടാകുമോ? ഇത്രയും വില കൊടുത്ത് സ്വന്തമാക്കിയ യേശുവിൻ്റെ വിശുദ്ധ രക്തത്താൽ ക്രിസ്തു തന്നെ വിലയ്ക്ക് വാങ്ങിയ നമുക്ക് കഷ്ടത ഉണ്ടാകുമോ? ഉണ്ടാകും. ഈ ഭൂമിയിൽ ഉണ്ടാകും. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ക്രിസ്തു പറഞ്ഞു. ആസാഫ് വളരെ വിശുദ്ധനായി ജീവിച്ച വ്യക്തിയാണ്. പക്ഷേ പല കഷ്ടതകളും വന്നപ്പോൾ അദ്ദേഹത്തിന് ഹൃദയത്തിൽ പല സംശയങ്ങളും ഉണ്ടായി. പക്ഷെ ഒടുവിൽ അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണ്. എന്നെ ഒടുവിൽ ദൈവം മഹത്വത്തിലേക്ക് ചേർക്കും. ചുറ്റുപാടുള്ള മറ്റു വ്യക്തികൾക്കുള്ള ചില നേട്ടങ്ങൾ, സാമ്പത്തികമായി, ശാരീരിക ആരോഗ്യം, സാമ്പത്തികമായ കാര്യങ്ങൾ, അതുപോലെ മറ്റു പലതിലും ഞാൻ ഇടപെടാതെ ബാധിതനാണ്. അങ്ങനെയാണ് ആദ്യം ചിന്തിച്ചത്. പക്ഷെ പിന്നീട് മനസ്സിലായി, സങ്കീർത്തനങ്ങൾ 73:14 ഞാനിതാ ഇടവിടാതെ പീഡിപ്പിക്കപ്പെടുന്നു, എല്ലാ പ്രഭാതത്തിലും ദണ്ഡനമേൽക്കുന്നു. എപ്പോഴും ഉപദ്രവം, എപ്പോഴും അസ്വസ്ഥത. അപ്പോൾ സംശയം തോന്നി. പക്ഷെ ഒടുവിൽ ഉത്തരം കിട്ടി. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ 73 സങ്കീർത്തനം 23 തൊട്ട് അതേ സങ്കീർത്തനം തന്നെ ആസാഫ് പറയുന്നത്, എന്നിട്ടും ഞാൻ നിരന്തരം അങ്ങയോടുകൂടെയാണ്. അവിടുന്ന് എൻ്റെ വലത്ത് കൈ ഗ്രഹിച്ചിരിക്കുന്നു. ഉപദേശം തന്ന് അങ്ങ് എന്നെ നയിക്കുന്നു. പിന്നീട് അവിടുന്ന് എന്നെ മഹത്വത്തിലേക്ക് സ്വീകരിക്കും. ഇപ്പോൾ ഞാൻ ഇടപെടാതെ ബാധിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഞാൻ നിരാശനല്ല. കാരണം എൻ്റെ അവസാനം എന്തായിരിക്കും അതെനിക്കറിയാം. ഇതുപോലെ തന്നെ ക്രിസ്തുവിനാൽ വീണ്ടെടുപ്പും പാപമോചനവും പ്രാപിച്ച നമുക്ക് ഈ ഭൂമിയിൽ പ്രലോഭനങ്ങളുണ്ട്, പല ബലഹീനതകളുണ്ട്, ഉപദ്രവങ്ങളുണ്ട്, നിന്ദകളുണ്ട്,
പലതും ഉണ്ടാകും ക്രിസ്തു നിമിത്തം. പക്ഷെ ഒടുവിൽ നമ്മൾ എന്തായി തീരും? ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരെല്ലാം അവിടത്തോടുകൂടെ എന്നേക്കും നിത്യതയിൽ വാഴും. ഇക്കാര്യം ആസാഫിന് തുടക്കത്തിൽ മനസ്സിലായില്ല. അപ്പോഴാണ് സങ്കടം, മനസ്സിന് വല്ലാത്ത വേദന. പൗലോസ് പറയുന്നുണ്ട്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ആസാഫിനൊടുവിൽ സത്യം മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്നിട്ടും ഞാൻ നിരന്തരം അങ്ങയോടുകൂടെയാണ്. അവിടുന്ന് എൻ്റെ വലത്തു കൈ ഗ്രഹിച്ചിരിക്കുന്നു. ഉപദേശം തന്ന് അങ്ങ് എന്നെ നയിക്കുന്നു. പിന്നീട് അവിടുന്ന് എന്നെ മഹത്വത്തിലേക്ക് സ്വീകരിക്കും. നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വാക്യത്തിലേക്ക് തന്നെ വരാം. കൊളോസ്യർ 1:14. ഇൻ ഹും വി ഹാവ് റിഡംഷൻ, ദ ഫോർഗിവ്നെസ് ഓഫ് സിൻസ്. ഇൻ ഹും വി ഹാവ് റിഡംഷൻ, ദ ഫോർഗിവ്നെസ് ഓഫ് സിൻസ്. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഒരു വലിയ വില യേശു എനിക്കായി മുടക്കിയിട്ടുണ്ട്. യേശുവിൻ്റെ രക്തത്തിൻ്റെ, ആ പ്രഷ്യസ് ബ്ലഡിൻ്റെ സമ്പാദ്യമാണ് ഞാൻ. ലോകത്തിൽ ധാരാളം പേർ എന്നെ ആര് വില വയ്ക്കാനാണ്, എനിക്കാരുമില്ല, എല്ലാം കൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. പക്ഷേ ദൈവമക്കൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ വിലയേറിയവനാണ്, ബഹുമാന്യനാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം അപ്രകാരം വായിക്കുന്നുണ്ട്, എന്നെ സ്വന്തമാക്കുവാൻ യേശുക്രിസ്തു വലിയ വില നൽകിയതുകൊണ്ട് ഞാൻ ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരനാണ്. ഈ ലോകത്തിൽ എനിക്ക് പലതും ഇല്ലായിരിക്കാം, പല മേഖലകളിലും ഞാൻ പിന്നിലായിരിക്കാം, ലോകക്കാരുടെ കൂടെ എനിക്ക് ഓടാൻ പറ്റുന്നില്ല, പലതും എനിക്കില്ല. പക്ഷേ പണമില്ലായിരിക്കാം, മറ്റു പലതും ഇല്ലായിരിക്കാം. പക്ഷേ യേശുക്രിസ്തു എന്നെ വലിയൊരു വില കൊടുത്ത് സ്വന്തമാക്കി. നമ്മൾ പല സാധനങ്ങൾ വാങ്ങാറുണ്ട് മാർക്കറ്റിൽ നിന്ന്, ഷോപ്പിൽ നിന്ന്. വളരെ ചെറിയ വിലയ്ക്കാണ് ഒരു സാധനം വാങ്ങിയിട്ടുള്ളത് എങ്കിൽ അതിനെ നമ്മൾ അത്രമാത്രം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യില്ല. എന്നാൽ വളരെ വില കൊടുത്ത് ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിവൈസോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ വളരെ ശ്രദ്ധയോടെ നാം കൊണ്ടു നടക്കും. എന്തുകൊണ്ടാണ്? അതിനു വേണ്ടി വലിയ വില നമ്മൾ കൊടുത്തു. ഇതുപോലെ ദൈവത്തിന് നമ്മൾ വളരെ പ്രിയപ്പെട്ടവരാണ്. കാരണം യേശു നമ്മെ സ്വന്തമാക്കുവാൻ വലിയ വില കൊടുത്തു. ആ ബോധ്യം എപ്പോഴും ഉണ്ടാകണം. 1 കൊരിന്ത്യർ 6:19 തൊട്ട്, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഒരു വലിയ വില യേശു നൽകി. അങ്ങനെയാണ് നമ്മൾ സ്വതന്ത്രരായത്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഹല്ലേലൂയ. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. സങ്കീർത്തനം 32:1 അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. റോമാലേഖനം 4:6 തൊട്ട്, പ്രവൃത്തികൾ നോക്കാതെ തന്നെ നീതിമാനെന്ന് ദൈവം പരിഗണിക്കുന്നവൻ്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നു. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. യേശുക്രിസ്തുവിന് മാത്രമേ ഈ വീണ്ടെടുപ്പ് തരാൻ സാധിക്കൂ. യേശുക്രിസ്തുവിന് മാത്രമേ നമുക്ക് പാപമോചനം തരാൻ സാധിക്കൂ. ലോകത്തിലെ ഏതെങ്കിലും നേതാവിനോ ഏതെങ്കിലും സഭയ്ക്കോ അവിടുത്തെ ആചാരങ്ങൾക്കോ നമുക്ക് പാപമോചനം തരാൻ സാധിക്കുകയില്ല. യേശുക്രിസ്തുവിന് മാത്രം.
ലൂക്കോസ് 5:19 തൊട്ട്. ജനക്കൂട്ടം നിമിത്തം അത് സാധിക്കാത്തത് കൊണ്ട് അവർ പുരമുകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അവനെ യേശുവിൻ്റെ മുമ്പിലേക്ക് ഇറക്കി. അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരും ഫരിസയരും ചിന്തിച്ചു തുടങ്ങി, ദൈവദൂഷണം പറയുന്ന ഇവനാർ? ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാൻ സാധിക്കുക? അവരുടെ വിചാരം മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഹൃദയത്തിൽ ചോദിക്കുന്നത്? ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. ഉടനെ എല്ലാവരും കാണുകെ അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയഭരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി. അവർ സംഭ്രമത്തോടെ പറഞ്ഞു, അസാധാരണ സംഭവങ്ങൾ ഇന്ന് നാം കണ്ടിരിക്കുന്നു. ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. പാപിനിയായ ഒരു സ്ത്രീ യേശുവിൻ്റെ പാദങ്ങൾ കണ്ണീരോടെ കഴുകി. യേശു എന്താണ് പറയുന്നത്? ലൂക്കോസ് 7:48 തൊട്ട്. അവൻ അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി, പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ്? അവൻ അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. യേശുക്രിസ്തു ക്രൂശിൽ കയറുന്നതിന് മുമ്പ് പാപമോചനം കൊടുത്ത കാര്യമാണ് നാം വായിച്ചത്. മനുഷ്യപുത്രന് പാപങ്ങൾക്ക് മോചനം നൽകുവാനുള്ള കഴിവുണ്ട്. റോമാലേഖനം 4-ാം അധ്യായം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5:30 തൊട്ട്. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് അനുതാപവും പാപമോചനവും നൽകാൻ ദൈവം അവനെ നാഥനും രക്ഷകനുമായി തൻ്റെ വലത്തുഭാഗത്തേക്ക് ഉയർത്തി. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് അനുതാപവും പാപമോചനവും നൽകാൻ ദൈവം അവനെ, യേശുവിനെ, നാഥനും രക്ഷകനുമായി തൻ്റെ വലത്തുഭാഗത്തേക്ക് ഉയർത്തി. ഒരിക്കൽ ഒരു പാപിനിയായ സ്ത്രീ, അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ യഹൂദന്മാർ നിൽക്കുകയാണ്, മതനേതാക്കൾ. അവൾ യേശുക്രിസ്തു പറയുകയാണ് ആ സ്ത്രീയോട്, ഞാനും നിന്നെ ശിക്ഷയ്ക്ക് വിധിക്കുന്നില്ല, മേലിൽ പാപം നീ ചെയ്യരുത്. അതിക്രമങ്ങളുടെ മോചനം അത് സൗജന്യമാണ്. വീണ്ടെടുപ്പ് നാം പ്രാപിച്ചത് സൗജന്യമാണ്. ഓക്കെ, എന്തായാലും പാപങ്ങളെല്ലാം മോചിച്ചു കിട്ടിയല്ലോ, ഇനി എനിക്കിഷ്ടപ്രകാരം ജീവിക്കാം. നോ. അതിക്രമങ്ങളുടെ മോചനം സിദ്ധിച്ച വ്യക്തി, വലിയ വില കൊടുത്ത് യേശു സ്വന്തമാക്കിയ ഒരു ദൈവ പൈതൽ, മേലിൽ പാപം ചെയ്യരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. സെബാസ്റ്റ്യൻ ബ്രദർ പ്രാർത്ഥിച്ച ആശീർവാദം പറയും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സന്ധ്യാസമയത്തും ദൈവമേ, അങ്ങയുടെ വിലയേറിയ രക്തം മൂലമുള്ള വീണ്ടെടുപ്പിനെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങയുടെ സ്ഥലത്തിൽ ധ്യാനിപ്പാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. മൃഗങ്ങളുടെ രക്തത്താൽ കർത്താവെ പഴയ നിയമത്തിൽ ശുദ്ധീകരിക്കപ്പെട്ടതുപോലെയല്ല ഇപ്പോൾ ഞങ്ങൾ അങ്ങയുടെ പുത്രനായ യേശു കർത്താവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചിട്ട് കർത്താവെ ഞങ്ങൾ ഒരു വലിയ വില കൊടുത്ത് മേടിക്കപ്പെട്ടവരാണ്. ഇനി ഈ ശരീരം കൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തി
ജീവിക്കണം എന്നുള്ള ആ ചിന്തയോടുകൂടി ജീവിക്കാനായിട്ട് ഞങ്ങളുടെ കർത്താവ് മാതൃക കാണിച്ചു തന്നപോലെ തൻ്റെ ഒരു അവസാനത്തുള്ള രക്തം ഒഴുക്കി മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവനെ യാഗമാക്കിയതുപോലെ ദൈവമേ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് പൂർണ്ണം ജീവിക്കാനായിട്ട് രക്ഷയിലേക്ക് വരാതെ ലോകത്തിലായിരിക്കും ഞങ്ങളുടെ സഹോദരങ്ങളോട് വളരെ ദൈവമേ അനുകമ്പയോടും സഹതാപത്തോടും കൂടി അവരുടെ അടുക്കൽ ചെന്ന് സുവിശേഷം അറിയുവാനായിട്ട് ഞങ്ങളെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ കൃപയുടെ സമൃദ്ധിയാൽ തന്ന ഈ പാപമോചനം ദൈവമേ ഞങ്ങൾ അഗണ്യമായിട്ട് കാണാതെ വളരെ വിലയോടുകൂടി കണ്ട് കർത്താവെ അതനുസരിച്ച് ഇനി പാപം ചെയ്യാതെ ജീവിക്കാനായിട്ടുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും കർത്താവ് ഇന്ന് രാത്രിയിലും കർത്താവ് അനുഗ്രഹിച്ചതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, പക്ഷെ അങ്ങയുടെ സന്നിധിയിൽ വരുമ്പോൾ ഞങ്ങൾക്കറിയാം കർത്താവെ അങ്ങയുടെ രക്ഷയുടെ ആ വലിയ ഘനമോർക്കുമ്പോൾ ഈ കഷ്ടത ഒന്നുമല്ല എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നടത്തുന്നത് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, അങ്ങയുടെ നാമമഹത്വത്തിനായിട്ട് ജീവിപ്പാൻ അനേകരെ ശത്രുവിൻ്റെ ബന്ധനത്തിൽ അടിമത്തത്തിൽ കിടക്കുന്ന അനേകരെ വിടുവിപ്പാനായിട്ട് അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുമാറാണെന്ന് യേശു കർത്താവിനെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കണം പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സകല വിശുദ്ധരോടുകൂടിയും ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. കർത്താവ് നമ്മെല്ലാവരെയും കൃപയാൽ നിറയ്ക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.